ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ വിക്രത്തിനെ സ്റ്റേഷനിൽ കൊണ്ടാക്കിയിട്ട് കിരണും അതുപോലെ തന്നെ ആൽബിയും കൂടി അവിടെ നമ്മൾ പോകുമ്പോഴേക്കും വിക്രം ദേഷ്യത്തോടു കൂടി തന്നെ അവരെ നോക്കാട്ടോ. എസ് പറയുന്നുണ്ട്, എന്താണ് നീ അവരെ ചൂഴ്ന്ന് നോക്കണ പോലെ നോക്കണത്? എടോ, നിങ്ങളുടെ കൈത്തരിപ്പൊക്കെ ഇവന്റെ മേത്ത് കെട്ട് മാറ്റിക്കോ എന്ന് പറഞ്ഞിട്ട് വിക്രത്തിനെ പോലീസുകാരുടെ അടുത്തേക്ക് എറിഞ്ഞു കൊടുക്കാട്ടോ. അതിനുശേഷം കാണിക്കണത് നമ്മുടെ ആൽബിയും അതുപോലെ തന്നെ കിരണും കൂടിയിട്ട് നേരെ പോണത് നമ്മുടെ ഗംഗപ്രസാദ് കിടക്കണ സെല്ലിലേക്കാണ്. അവിടെ പോയി നിൽക്കുമ്പോഴേക്കും ഗംഗപ്രസാദ് പതുക്കെ അങ്ങോട്ടേക്ക് നടന്നു വരണ്ടോ. ഹോ, ഞങ്ങളാണ് കാണാൻ വന്നത്, നീ വിചാരിച്ചേ ഇല്ലല്ലേ എന്ന് പറയുമ്പോഴേക്കും ഗംഗപ്രസാദ് ചോദിക്കണ്ടല്ല, നിങ്ങൾ എന്തിനെ കാണാൻ വന്നതെന്ന് ചോദിക്കുകയാണ്. അല്ലടാ, നിന്നെ കാണാൻ വേണ്ടി നിന്റെ അനുവാദം ഞങ്ങൾക്ക് ആവശ്യമില്ല. ഇവിടെ പോലീസുകാരുടെ അനുവാദം ചോദിച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കണത്. അല്ല, കാണാൻ രണ്ടുപേര് വന്നെന്ന് പറയുമ്പോ ഞങ്ങളായിരിക്കുമെന്ന് നീ ഒരിക്കലും വിചാരിച്ചില്ലല്ലേ എന്ന് പറയുമ്പോ ഗംഗപ്രസാദ് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അതെ, ഞങ്ങൾ വന്നത് നിന്നോടൊരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയാണ്. ആൽബി പറയുന്നുണ്ട്, അതേടാ, ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിട്ടാ. നിന്റെ പെങ്ങളുണ്ടല്ലോ കാർത്തിക, അവള് മരിച്ചു ഇന്നലെ രാത്രി എന്ന് പറയുമ്പോഴേക്കും ഗംഗപ്രസാദിന്റെ മുഖമൊക്കെ അങ്ങോട്ട് ആകെ തെളിഞ്ഞു വരുവാട്ടോ. കിരൺ പറയണ്ട, അതേടാ, അവള് മരിച്ചുപോയി, ഇന്നലെ രാത്രി അവള് മരിച്ചു. അവളുടെ തലക്ക് ആ വിക്രം അടിച്ചിട്ടാണ് അവള് മരിച്ചെന്ന് പറയുമ്പോൾ ഗംഗപ്രസാദ് സന്തോഷം കൊണ്ട് ഇരിക്കാനും വയ്യ നിൽക്കാനും വയ്യാത്ത അവസ്ഥ. ആൽബി പറയണ്ട്, കണ്ടില്ലേ കിരണേ, അവന്റെ ഒരു സന്തോഷം എന്ന് പറയാണ്. അതെ, ഞങ്ങളെ നിങ്ങളുടെ വെറുതെ പറഞ്ഞടാ. ഇന്നലെ വിക്രം കയറിയെന്നുള്ളത് ശരി തന്നെയാണ്. അവിടുത്തെ പണവും സ്വർണവും ഒക്കെ മോഷ്ടിക്കുകയും ചെയ്ത് അവളുടെ തലക്കടിക്കുകയും ചെയ്ത് കറക്റ്റ് സമയത്ത് ഞാനും കല്യാണി അവിടെ എത്തിയത് കൊണ്ട് അവളുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു. അവളിപ്പോ ഹോസ്പിറ്റലാണ് കിടക്കണത് എന്ന് പറയുമ്പോ ഗംഗപ്രസാദിന്റെ മുഖം മാറുവാട്ടോ. ആൽബി പറയണ്ട്, കണ്ടില്ലെങ്കിലാണ് അവന്റെ മുഖം മാറിയത്. നേരത്തെ ഞങ്ങൾ പറഞ്ഞപ്പോ എന്തോ ഒരു സന്തോഷമായിരുന്നു, ഇപ്പൊ അവന്റെ മുഖത്ത് ആകെ ഒരു വിഷമോ എന്ന് പറയുമ്പോഴേക്കും കിരൺ പറയണ്ടടാ, നീ ഒരുപാട് നടന്നിരട പുറത്ത് വിരസിയിട്ട്, ഇനി ഞങ്ങൾ നടക്കട്ടെടാ, നീ ഇനി അഴിക്കുള്ളിലായിരിക്കും, ഒരിക്കലും നീ പുറം ലോകം കാണാൻ പോണില്ലടാ എന്ന് പറയുമ്പോഴേക്കും ഗംഗ പറയുന്നുണ്ട്, അതൊക്കെ നിന്റെ തോന്നലാക്കിരണേ. ഞാന് ഒറ്റയാൻ നിങ്ങൾക്ക് ജീവിക്കാനൊക്കെ ഒരുപാട് കാരണങ്ങളും കാര്യങ്ങളുണ്ട്. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് നിങ്ങളുടെ ചുറ്റുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് മരണത്തെ പേടിക്കണം. പക്ഷെ എനിക്ക് അങ്ങനെ, എനിക്ക് മരണത്തെ ഒരു പേടിയില്ല. എന്നെ സ്നേഹിക്കാനും എനിക്ക് സ്നേഹിക്കാനും ഈ ലോകത്ത് ആരുമില്ല. അങ്ങനെയുള്ളവരെയാണ് ശരിക്കും പറഞ്ഞാൽ പേടിക്കേണ്ടത്. ഞാൻ ഇരുട്ടിന്റെ മറവിലും അതുപോലെ നിങ്ങളുടെ പുറകിലൊക്കെ എപ്പോഴും ഉണ്ടാവും. അങ്ങനത്തെ ഉള്ള ആൾക്കാരെയാണ് നിങ്ങൾ പേടിക്കേണ്ടത് പറയുമ്പോൾ കിരൺ പറയണ്ടേടാ, നിന്നെ പേടിക്കേണ്ട ഒരു ആവശ്യം ഞങ്ങൾക്കില്ലടാ. കാണുന്നതോ, നീ വെറും മുഴയാടാ. മുഴ എന്ന് പറയുമ്പോ അതേടാ, മുഴ തന്നെയാ. അതെ, ഈ ആനകളുടെ കൂട്ടത്തില് മുഴയന്മാരെ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് എന്നൊക്കെ പറയാണ്. കിരൺ പറഞ്ഞ, ഹോ, ഇവന് ജയിലിൽ കിടക്കാമെങ്കിലും ഇവന്റെ അഹങ്കാരത്തിന് ഒരു കുറവില്ല, നീ നോക്കിക്കോടാ. ഇന്ന് വിക്രം എന്തായാലും പോലീസ് സ്റ്റേഷനിൽ തന്നെ ആയിരിക്കും, നാളെ അവന് കോടതിയിൽ ഹാജരാക്കുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് അവനെ റിമാൻഡ് ചെയ്യും. പിന്നെ നിന്റെ കൂടെ തന്നെ അവന് സെല്ലിൽ ഉണ്ടാകും എന്ന് പറഞ്ഞ് രണ്ടുപേർക്കും കൂടി ഇരുന്ന് ആലോചിച്ച് സംസാരിച്ച് ഇനിയുള്ള ജീവിതം അങ്ങോട്ട് തീർക്കാം. പിന്നെ അവന് നല്ല രീതിയിൽ പോലീസുകാരൊക്കെ പെരുമാറുന്നുണ്ട്. കാണുമ്പോ ചതവൊന്നും തോന്നില്ല, പക്ഷെ ഉള്ളിലെ നല്ല ചതവുണ്ടവന്. അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും പോവുക, പോട്ടേടാ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നമ്മൾ പോവാണ്. ഗംഗപ്രസാദനാണെങ്കിൽ ദേഷ്യം വരുവാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ജയില് കടക്കും, ജയിൽ എങ്ങനെയെങ്കിലൊക്കെ പുറത്തേക്ക് കടക്കും എന്നൊക്കെ രീതിയിൽ ഗംഗപ്രസാദ് അഹങ്കാരത്തോടു കൂടി തന്നെ കിരണിനെയും അതുപോലെ തന്നെ ആൽബിനെയും നോക്കുവാട്ടോ. പിന്നീട് കാണിക്കുന്നത് പ്രകാശിനെയാണ്. പ്രകാശിന് അങ്ങനെ ഫുഡ് വെക്കാനുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് വരുവാട്ടോ. വാതിൽ തുറക്കുമ്പോഴേക്കും ആൽബിയാണ് ഉണ്ടാവണം. അപ്പൊ ആൽബിനെ കാണുമ്പോ ആരാ എന്താ എന്നൊക്കെ പ്രകാശ് ചോദിക്കുകയാണ്. ആ സമയത്ത് ആൽബി ചോദിക്കേണ്ടല്ല, നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേ? ഓ, നീ ആ സോണിയുടെ ഭർത്താവല്ലേ? ഓ, അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാൻ മാത്രല്ല, ഒരാൾ കൂടി ഉണ്ടെന്ന് പറയണേ. കിരൺ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നിങ്ങളെന്താ ഇവിടെ ചോദിക്കുമ്പോ, അതോ, ഞങ്ങളൊരു സന്തോഷവാർത്ത നിങ്ങളോട് പറയാൻ വേണ്ടി നിൽക്കുമായിരുന്നു. നിങ്ങളുടെ മകനല്ലേ വിക്രമാദിത്യൻ? ഓ, അവന് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഫുഡൊക്കെ കൊണ്ടുവന്നിരിക്കുകയാണല്ലോ. ഓ, തടി നേരെയാക്കണ്ടേ? മുമ്പ് ഇയാളെ ഇങ്ങനെ തന്നെയായിരുന്നു ആൽബി, മീനും ചിക്കനൊക്കെ വെക്കും. എന്നിട്ട് മീൻ വെക്കുവാണെങ്കിൽ മീനിന്റെ നടുക്കഷ്ണം വിക്രമാദിത്യന് കൊടുക്കും. പാലും തലയും കാദംബരിക്ക് കല്യാണിക്ക് മുള്ള്, അങ്ങനെയാണ് ഇയാൾ കൊടുക്കണ്ടായത്. അല്ല, നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് എന്ന് പ്രകാശ് ചോദിക്കുമ്പോ, അത് ഞങ്ങൾ പറയില്ല, ഒരു സന്തോഷ വാർത്ത പറയാനായിട്ടാണ്. തന്റെ മോനുണ്ടല്ലോ വിക്രമാദിത്യൻ, അവനിപ്പോ പോലീസ് സ്റ്റേഷനില. പോലീസ് സ്റ്റേഷനിലോ? എന്റെ മോനെ നിങ്ങൾ കള്ളക്കേസിൽ കൊടുക്കല്ലേ? ഹോഹോ, അപ്പൊ കേസ് എന്താന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലേ? അവരൊന്നും പറഞ്ഞില്ലായിരുന്നോ? രാജപ്പന്റെ തലയടിച്ച കേസാണോ? ഓഹോ, അപ്പൊ അതിനിടയ്ക്ക് അവൻ രാജപ്പനെ തലയടിച്ച് പൊട്ടിക്കാനും പോയോ? പക്ഷെ ഇത് ആ കേസൊന്നും അല്ല. അപ്പൊ അവൻ നിങ്ങളുടെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലേ? ഒരു കാര്യം ചെയ്യട പ്രകാശ, നിങ്ങൾ നേരെ സ്റ്റേഷനിലേക്ക് പോ. അവിടെ പോലീസുകാരുണ്ട്, അവര് പറയും കാരണം എന്താണെന്ന്. അഥവാ അവര് പറഞ്ഞില്ലെങ്കിലേ നിങ്ങളുടെ മോനെങ്കിലും പറയും. പിന്നെ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോ, ഇനി എന്തായാലും നിങ്ങളുടെ മോനെ പുറം ലോകം കാണാൻ പോണില്ല. അവനെ ഒരിക്കലും ജാമ്യത്തിലെടുക്കാൻ പറ്റാത്ത കേസിലേക്ക് അവൻ പോയിരിക്കുന്നത്. എന്താണെന്ന് ഞങ്ങൾ പറയണൊന്നുമില്ല. എടോ, കാർത്തിക് ആരാണോ എന്ന് ചോദിക്കുമ്പോ പ്രകാശ് ഒന്നും മിണ്ടുന്നില്ല. എന്തായാലും ഇയാൾക്ക് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇയാളുടെ തടിയെല്ലാം കേടായി കിടക്കാണ്. അല്ലെങ്കിൽ ഇയാൾ വയറ്റിട്ട് ഒരു കുത്തു വെച്ച് കൊടുത്താൽ അങ്ങനെ ചെയ്താൽ ഇയാൾ ചത്തുപോകും. വാടാ ആൽബി, നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് കിരണും ആൽബി അവിടെ നിന്ന് അങ്ങോട്ട് പോകാട്ടോ. പ്രകാശൻ ആകെ അവിടെ ഇരുന്നു പോകുവാണ്, കസേരയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്.
ചെയ്യണമെന്ന് അറിയാണ്ട് പ്രകാശൻ അവിടെ തന്നെ അങ്ങനെ നിൽക്കുവാണ്. ശേഷം പ്രകാശൻ വട്ടുപിടിച്ച പോലെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ്. അവിടെ എസ് ഐ അവിടെ തന്നെ കേട്ടോ. വേഗം തന്നെ പ്രകാശിനെ എസ് ഐയുടെ അടുത്ത് പോവാണ്. സാറേ, എന്റെ പേര് പ്രകാശൻ. ആ, അറിയാം. സാറിന് അറിയാത്ത ആൾക്കാർ ഈ പോലീസ് സ്റ്റേഷനിൽ ഇല്ലല്ലോ. അല്ല, സാർ എന്താ ഇങ്ങോട്ട് വന്നത്? അല്ല, എന്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാറേ. എന്റെ മോൻ ഇവിടെ കള്ളക്കേസ് കൊടുക്കിരിക്കുക. ആ കിരണും കല്യാണിയും ആ ആൽവിയൊക്കെ പോയിട്ട്. ഓഹോ, കള്ളക്കേസിലാ കൊടുക്കിയിരിക്കണേല്ലേ? എടോ, തന്നോട് രണ്ട് ചോദ്യം ചോദിക്കട്ടോ. തന്നെ ഉത്തരം പറയാവോ? എന്താ സാറേ? അല്ല, ഈ കാർത്തിക എന്ന് പറഞ്ഞ അവര് ആരാണ് തന്റെ എന്ന് ചോദിക്കുകയാണ്. പ്രകാശനൊന്നും മിണ്ടുന്നില്ല. എടാ, നിന്നോട് ചോദിച്ചത് കേട്ടില്ലേ? കാർത്തിക നിന്റെ ആരായിട്ട് വരുമോന്ന് എന്ന് പറയുമ്പോഴേക്കും പ്രകാശം പറഞ്ഞു, അത് എന്റെ മോളായിട്ട് വരും. ഓ, നിന്റെ കഥയൊക്കെ എനിക്ക് അറിയാടാ. നീ പെട്ടുപോയല്ലേ? ഇവിടെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്ന സമയത്ത് നിനക്ക് വേറൊരു ഭാര്യ മകളുണ്ടെന്നൊക്കെ ഇപ്പോഴാണ് എല്ലാവരും അറിയണേ അല്ലെ? എടാ, കാർത്തിക നിന്റെ മോള് തന്നെയല്ലേടാ? എന്നിട്ട് നിന്റെ മോൻ എന്തിനാ എന്താ ചെയ്തെന്നറിയാവോ? അവളുടെ വീട്ടിൽ അർദ്ധരാത്രി കയറി പണവും സ്വർണ്ണമൊക്കെ മോഷ്ടിച്ചു. അത് പിന്നെ പോട്ടേന്ന് വിചാരിക്കാം. പക്ഷെ അവളുടെ തലതല്ലി പൊട്ടിച്ചിട്ടാ തന്റെ മകൻ പോയി വന്നത്. അത് തനിക്കറിയാവോ? അയ്യോ, എന്റെ മകൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല സാറേ. അതെയോ? തന്റെ മകൻ തന്നെയാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. കാർത്തിക കറക്റ്റ് സമയത്ത് കിരണും കല്യാണം വന്ന് രക്ഷിച്ച് ഹോസ്പിറ്റലാണ്. എന്നാലും ആ കുട്ടിയുടെ നില കുറച്ചു ഗുരുതരാവസ്ഥയിലാണ്. തന്റെ മോള് തന്നെയല്ലേടോ അത്? തനിക്ക് നാണൂലേടോ? ഓ, തന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. തനിക്കല്ലെങ്കിൽ പെമ്പിള്ളേരെ ഇഷ്ടമല്ലല്ലോ. ആണുങ്ങളെ മാത്രമല്ല തനിക്ക് ഇഷ്ടം. അതും തലയെടുപ്പുള്ള ആൺകുട്ടീനെ, വിക്രമാദിത്യന്. അവൻ എന്തായാലും ജയിലിൽ കിടക്കുവാടോ. അവനെ കാണുമ്പോഴേ കുഴപ്പമൊന്നും തോന്നില്ല. പക്ഷെ ഉള്ളിലുള്ള കുറച്ച് പാർട്സ് ഒക്കെ നന്നായിട്ട് അവന് മുറിവേറ്റിട്ടുണ്ട് സാറേ. എനിക്ക് 2-3 പ്രാവശ്യം അറ്റാക്ക് ഒന്നാണ് സാറേ. അതുകൊണ്ട് എനിക്കത് കണ്ടും കേട്ടോ സഹിക്കാൻ പറ്റുന്നില്ല. അതേടാ, നിനക്കത് കണ്ടും കേട്ടോ സഹിക്കാൻ പറ്റില്ല. കണ്ടാലും സഹിക്കില്ല. അതുകൊണ്ട് നിന്റെ മോനെ നാളെ എന്തായാലും കോടതിയിൽ ഹാജരാക്കാൻ പോവാം. അവിടെ നിന്ന് എന്തായാലും ജാമ്യം കിട്ടില്ല. അതുകൊണ്ട് നിന്റെ മോനെ ജയിലിൽ വസിക്കാം. പിന്നെ കൂട്ടൊരുത്തരുണ്ട്. നീ എന്തായാലും നിന്റെ മോനെ കാണാമെന്നല്ലേ, പോയി കണ്ടോ എന്ന് പറയാണ്. എടോ, ഇവനെ കൊണ്ടേ കാണിക്കണോ എന്ന് പറയാണ്. അങ്ങനെ പോലീസുകാര് പ്രകാശിനെ കൊണ്ട് ജയിലിലേക്ക് കാണിക്കുന്നുണ്ട്. ആ സമയത്ത് വിക്രം കൂട്ടുകാരുടെ കൂടെ അവിടെ ഇരിക്കാട്ടോ. വിക്രം വേഗം എഴുന്നേറ്റ് വരുന്നുണ്ട്. അച്ഛാ എന്ന് പറയുമ്പോൾ, എടാ മോനെ, എന്തൊക്കെയാണ് നടക്കുന്നത്? നീ എന്തൊക്കെയാണ് ചെയ്തു വെച്ചേക്കണത്? അച്ഛാ, നമ്മുടെ ഏറ്റവും വലിയ ശത്രു അല്ലേ ആ കാർത്തിക. ഒരു അവസരം കിട്ടപ്പോ അവളെ തലതല്ലി ഞാൻ പൊട്ടിച്ചു. എന്നാലും അവൾ തലതല്ലി പൊട്ടിച്ചിട്ട് ബാക്കി എന്താവുന്നു നീ ആലോചിച്ചോടാ. ആ കിരണും ആ ചന്ദ്രസേനൊക്കെ വെറുതെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടാടാ? നീ അതും കൂടി ആലോചിക്കണമായിരുന്നു. ഞാൻ അതൊന്നും ആലോചിച്ചില്ലട്ട അച്ഛാ. എനിക്ക് ആ കാർത്തികനെ എങ്ങനെയൊക്കെ ഇല്ലാതാക്കണമെന്ന് മാത്രമായിരുന്നു വിചാരം. എന്നിട്ട് അവൾ ഇല്ലാതായോ? ഇല്ലല്ലോ, നീ ജയിലിൽ ായി. എന്നിട്ട് പ്രകാശ് ആ പിക്കത്ര കൂട്ടുകാരോട് പറയണ്ടേ, എടാ നിങ്ങൾക്ക് കാണുവാടാ എന്റെ മോൻ ഇങ്ങനെയായെന്ന് പറയുമ്പോഴേക്കും ആ പോലീസുകാരൻ പറയണ്ട, ഹോഹോ, ഇവര് കാണണ്ട നിന്റെ മോൻ ഇങ്ങനെ ആയതല്ലേ, അല്ലാതെ നീ കാണണല്ലേ? എടാ, നീ കാണുവാടാ നിന്റെ മോൻ ഇങ്ങനെയായത്. നിന്നെ പോലത്തെ അച്ഛന്മാരടാ മക്കളെ ഇങ്ങനത്തെ നിലയിൽ എത്തിക്കണത്. ഇതുപോലത്തെ കുറെ പ്രകാശന്മാർ ഈ ലോകത്തുണ്ട്. എന്തായാലും ഇങ്ങനെയുള്ള പ്രകാശന്മാരെ ഞങ്ങളുടെ കൈ കിട്ടിയ ഞങ്ങൾ ഇതിന് വെറുതെ വിടില്ലട്ടോ. നിന്റെ മേത്ത് പിന്നെ കൈവെക്കാത്ത കാണാം. നീ ആകെ തകർന്നിരിക്കല്ലേടാ. അതുകൊണ്ട് നിന്റെ മോന് നിനക്ക് നോവെന്നറിയാം. അതുകൊണ്ട് നിന്റെ മോനെ ഈ കുറച്ച് സ്ഥലവും കൂടി ഇടിക്കാൻ ബാക്കിയുണ്ട്. അവിടെ കൂടി ഇടിച്ചിട്ട് നാളെ പോലീസ് സ്റ്റേഷൻ കോടതിയിൽ ഹാജരാക്കാൻ പോവാ. സാറേ, ഒരു അപേക്ഷയുണ്ട്. എന്റെ മോനെ കോടതിയിൽ ഹാജരാക്കുമ്പോ അവൻ നടന്നെങ്കിലും പോയിട്ട് കോടതിയിൽ ഹാജരാവട്ടെ. എടാ, ഇവിടുത്തെ എസ് ഐ ഞാനാണോ നീയാണോ? ഞാനല്ലേ. അതുകൊണ്ട് അവൻ നടന്നു പോണോ ഇറങ്ങി പോണോന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ന് പറയാണ്. ശേഷം പ്രകാശം വേണ്ട, മക്കളെ ഇനി ഞാൻ എന്ത് ചെയ്യടാ? അച്ഛാ, ഞാൻ കുറച്ച് പണം അച്ഛനെ കൈ തന്നിട്ടില്ലേ, അത് വെച്ചിട്ട് അച്ഛൻ എങ്ങനെയെങ്കിലൊക്കെ നല്ല വക്കീലിനെ വെക്ക്. എടാ, അതിനേക്കാളും നല്ല വക്കീലിനായിരിക്കും അവര് വെക്കണത്. പിന്നെ ഒരു കൈലാസ് എന്ന് പറഞ്ഞ വക്കീൽ അവരുടെ കൂടെ ഉണ്ടല്ലോ. അവരുടെ കൂടെ വാലാട്ടി നടക്കണ ഒരുത്തൻ, അയാള് സൂപ്പർ ആണല്ലോ. എന്നാൽ ഞാൻ എങ്ങനെയൊക്കെ നോക്കട്ടെടാ അച്ഛാ. അപ്പുറത്ത് എനിക്കൊരു കൂട്ടുണ്ട്, ഗംഗപ്രസാദ്. അതേടാ, നിനക്ക് എല്ലാവർക്കും കൂട്ടുണ്ട്, എനിക്ക് മാത്രം അവസരം കൂട്ടില്ലാതെ ആവണത് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശൻ അവിടെ നിന്ന് പോകുവാട്ടോ. വിക്രം അങ്ങനെ തന്നെ ജയിലിൽ കിടക്കാണ്. അതിനുശേഷം കാണിക്കുന്നത് കിരണിനെയും കല്യാണിനെയാണ്. അവര് കാർത്തികനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ വന്നിരിക്കാട്ടോ. കാർത്തികയുടെ അടുത്ത് ചോദിക്കട്ടെ, എങ്ങനെയുണ്ട് കാർത്തിക എപ്പോ ചോദിക്കുമ്പോ, തലക്ക് വലത് ഭാരമുണ്ട്, വേദനയുണ്ട്. സാരില്ല കാർത്തിക, പെട്ടെന്ന് തന്നെ റിക്കവർ ആവും. പിന്നെ ഒരു സന്തോഷ വാർത്ത ഉണ്ട്, വിക്രം ജയിലിലാണ്, ഇനി അവ പുറം ലോകം കാണില്ല എന്ന് പറയുമ്പോ കാർത്തിക പറയണ്ട, ആ ഗംഗപ്രസാദിനെ സൂക്ഷിക്കണം. എന്തെങ്കിലും അവ ജയിലിൽ ചാടിയെന്ന് വാർത്ത കേൾക്കുവാണെങ്കിൽ പോലീസ് പ്രൊട്ടക്ഷൻ തേടണം. കാർത്തികെ ഇനി പേടിക്കില്ല കാർത്തികെ. നോക്ക്, ഗംഗപ്രസാദിനെ അവനെയാണ് നിൽക്കും നിന്റെ അമ്മക്കും ഏറ്റവും പേടി. പക്ഷെ എന്നിട്ട് നിന്റെ തലക്കടിച്ചാര ആ വിക്രം. അതുകൊണ്ട് ആരെയും പേടിക്കരുത്, നമുക്ക് നോക്കാം. എന്തായാലും ഞങ്ങളിനി ഉള്ളപ്പോ നിനക്ക് ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കിരൺ കല്യാണിനെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുവാട്ടോ. ആ ഒരു ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.